ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. കത്തുകളിൽ ആദ്യം കുറിക്കാറുണ്ട്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകും. ഈ സ്നേഹം നമുക്കറിയാം സുവിശേഷങ്ങളിൽ. മനുഷ്യൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് മത്തായി, മർക്കോസ്, ലൂക്ക 3 സുവിശേഷകന്മാർ പഠിപ്പിക്കുമ്പോൾ ദൈവം മനുഷ്യനെ എങ്ങനെ സ്നേഹിച്ചു എന്ന് പഠിപ്പിക്കുന്നു യോഹന്നാൻ 4-ാമത്തെ സുവിശേഷത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം എങ്ങനെ ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യനെ സ്നേഹിച്ചു? ലോകമെന്ന് യോഹന്നാൻ 2 അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോകം, ശത്രു, പിശാച് എന്ന് പറയുന്ന ലോകം ജഡികമായ ലോകത്തെക്കുറിച്ചാണ്. ഇവിടെ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെ, മാനവവംശത്തെ ദൈവം സ്നേഹിച്ചു എന്നർത്ഥമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, ധ്യാനിക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പല പല വിധത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ശില എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. പഴയ നിയമത്തിൽ പറയും ദൈവം അഭയശില. ശിലയെന്ന് വെച്ചാൽ പാറ. പാറയുടെ പ്രത്യേകതകളുണ്ട്. പാറക്കൂട്ടങ്ങൾ, പർവ്വതങ്ങൾ, അതിന് ചില പ്രത്യേകതയുണ്ടല്ലോ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എൻ്റെ രക്ഷ പാറയിൽ നിന്നും പർവ്വതത്തിൽ നിന്ന് വരും. ദൈവത്തിൻ്റെ വാസസ്ഥലം പാറക്കൂട്ടം, പർവ്വതം. 125-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ സിയോൻ പാറക്കൂട്ടം, പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. പാറയ്ക്ക് 5 പ്രത്യേകതകളുണ്ട്. പർവ്വതങ്ങളുടെ പ്രത്യേകത, പാറക്കൂട്ടങ്ങളുടെ പ്രത്യേകത 5 എണ്ണമാണ്. 1, സ്ഥിരത. പാറ സ്ഥിരമായിട്ടൊരിടത്തുകൊണ്ട് അത് ഇളകി പോകുന്നില്ല. ഉറച്ചിരിക്കുന്ന സ്ഥിരത, അത് പാറയുടെ പ്രത്യേകതയാണ്. 2, പാറയ്ക്ക് വ്യവസ്ഥകളില്ലെന്നുള്ളതാണ്. മഴ പെയ്താലും പാറ അവിടെ ഇരിക്കും, വെയിൽ വന്നാലും ഇരിക്കും, മഞ്ഞ് വന്നാലും ഇരിക്കും. വ്യവസ്ഥകളില്ല. പാറയുടെ 3-ാമത്തെ പ്രത്യേകത, ഒരു പദ്ധതിയുണ്ട് പാറയിൽ. പാറക്കൂട്ടങ്ങൾ ദൈവം വെച്ചിരിക്കുന്നത്, മലകൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പാറക്കൂട്ടങ്ങളെ ഒരു പദ്ധതിയാക്കി വെച്ചിരിക്കുകയാണ്. അത് തകർക്കുമ്പോൾ പദ്ധതിയാണ് തകിടം മറിയുക. പാറക്കൂട്ടങ്ങൾ തകരുമ്പോഴാണ്, പാറമടകൾ ഉയരുമ്പോഴാണ് കാലാവസ്ഥ മാറുക. പാറകൾ ഇല്ലാതാകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറുകയാണ്. ഒരു പദ്ധതി മൊത്തം തകിടം മറിയും. 4-ാമത്, പാറ ഒരു പരിപാലനയാണ്. നല്ല മലകളും പാറക്കൂട്ടങ്ങളും ഉണ്ടെങ്കിലേ പ്രകൃതിക്ക് ബലമുള്ളൂ. പാറക്കൂട്ടങ്ങൾ തകരുമ്പോൾ പ്രപഞ്ചം തന്നെ ഇളകിപ്പോകും. ഹിമാലയം ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് ഒരു പരിപാലനയുണ്ട്. വിന്ധ്യനും സഹീനും ഉള്ളതുകൊണ്ട് കേരളത്തിൽ ഒരു പരിപാലനയുണ്ട്. ആൽപ്സ് പാറക്കൂട്ടം, പർവ്വതമുള്ളതുകൊണ്ട് യൂറോപ്പിന് ഒരു പരിപാലനയുണ്ട്. പാറ നമ്മളെ പരിപാലിക്കുന്നുണ്ട്. പാറക്കൂട്ടം വ്യക്തിപരമായ ശ്രദ്ധയും തരും. ഒരു വലിയ ചെരിഞ്ഞ പാറ, 100 പേർക്ക് അതിൻ്റെ തണലിൽ ചെന്നിരിക്കാം. 100 പേർക്കും ഒരേ തണൽ. മഴയത്ത് 100 പേര് പാറയുടെ കീഴിൽ ഇരുന്നാൽ എല്ലാവർക്കും ഒരുപോലെ കുട ചൂടും. വ്യക്തിപരമായിട്ട് പാറ നമ്മളെ ശ്രദ്ധിക്കും. ഈ അർത്ഥങ്ങളിൽ ദൈവത്തെ നമുക്ക് വിളിക്കാം പാറ. അവനെൻ്റെ അഭയശില. ദൈവമെന്ന പാറയിലേക്ക് എൻ്റെ കരുതൽ കൊടുക്കും, എൻ്റെ ശ്രദ്ധ ഞാൻ തിരിച്ചു വിടും. ദൈവത്തിൻ്റെ സ്നേഹത്തിനുണ്ട് ശിലയുടെ 5 പ്രത്യേകതകൾ, പാറയുടെ 5 പ്രത്യേകതകൾ. 1, സ്ഥിരത. ഇളക്കമില്ല ദൈവത്തിൻ്റെ സ്നേഹത്തിന്. യെശയ്യാ 54:10 മുതലുള്ള വാക്യങ്ങൾ. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടി ഉണ്ടായിരിക്കും. മല മാറിയാലും കുന്നിളകിയാലും ദൈവത്തിൻ്റെ സ്നേഹം ഇളകുകയല്ല, സ്ഥിരത.
ആണി അടിച്ചാലും അനുഗ്രഹിക്കും, കുരിശ് തോളെ വെച്ചാലും അനുഗ്രഹിക്കും, മുഖത്ത് തുപ്പിയാലും അനുഗ്രഹിക്കും, കുരിശ് തറച്ചാലും അനുഗ്രഹിക്കും. സ്ഥിരതയാണ്, വിട്ടുപോവുകയില്ല, ഒരിക്കലും വിട്ടുപോവുകയില്ല. ഞാൻ കർത്താവിനെ മറന്നാലും കർത്താവ് എന്നെ മറക്കുകയില്ല. ഞാൻ തമ്പുരാനെ മറന്നാലും തമ്പുരാൻ എന്നെ മറക്കുകയില്ല. സ്ഥിരത. ഒരു ക്രിസ്ത്യൻ യുവാവ് ഹൈന്ദവ ഗുരുവിൻ്റെ ആലയത്തിൽ ഭാരതീയ പ്രാർത്ഥനാ രീതികളും ഹൈന്ദവ ആചാര തത്വങ്ങളും ഒക്കെ പഠിച്ചു. ഈ യുവാവ് സാവധാനത്തിൽ ആ ഗുരുവിൻ്റെ സുന്ദരിയായ മകളുമായി പ്രേമബന്ധത്തിലായി. വിവാഹം കഴിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ഈ തീരുമാനം മകൾ അച്ഛനെ അറിയിച്ചു. അച്ഛൻ മൗനമായിരുന്നു. ഇവൻ ഈ ക്രൈസ്തവ യുവാവ് ഹൈന്ദവ ആചാര്യനായ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നു. പെണ്ണിൻ്റെ അച്ഛൻ്റെ അടുക്കൽ, എനിക്ക് ഇവിടെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ്. ഗുരു പറഞ്ഞു, ഒരെതിരിവില്ല, നീ ശരിക്കും ചിന്തിച്ചിട്ടാണോ പറയുന്നത്? അതെ. കുറേ സമയം കുനിഞ്ഞിരുന്ന അയാൾ ചോദിച്ചു, നിൻ്റെ പേര് മാറ്റി ഒരു ഹൈന്ദവ നാമം സ്വീകരിക്കാൻ നീ തയ്യാറാണോ? അവൻ പ്രേമത്തെ പ്രതി പറഞ്ഞു, അതെ, ഞാൻ തയ്യാറാണ്. നിന്റെ കാർന്നവന്മാരെയൊക്കെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ? അവൻ പറഞ്ഞു, ഞാൻ അതിനും തയ്യാറാണ്. നിന്റെ വിശ്വാസത്തെ വെടിയാൻ നീ തയ്യാറാണ്? ഇതുവരെ വിശ്വാസം. അവൻ പറഞ്ഞു, ഇവളെ പ്രതി അതിനും തയ്യാറാണ്. അല്പസമയം ആഴമായ മൗനത്തിൽ ഇരുന്ന ഗുരുവിൻ്റെ അവസാനത്തെ ചോദ്യം, നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? അവൻ അല്പം ഒന്ന് ആലോചിച്ചു. പ്രേമത്തിന് തീഷ്ണതയെ പറഞ്ഞു, ഞാൻ അതിനും തയ്യാറാണ്. അദ്ദേഹം കുനിഞ്ഞിരുന്നിട്ട് ക്രൈസ്തവ യുവാവിൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു, ക്രിസ്തു നിന്നെ ഉപേക്ഷിക്കുമോ? അവന് അവിടെ ഉത്തരം മുട്ടി, ആരെല്ലാം ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത ദൈവം, മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എന്നെ അചഞ്ചലമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് പാറ, ദൈവസ്വഭാവം, സ്ഥിരത. 2, വ്യവസ്ഥയില്ലല്ലോ. പാറയ്ക്ക് വ്യവസ്ഥയില്ല. എത്ര ശക്തമായ മഴ പെയ്താലും പാറ ആ മഴ നനഞ്ഞുകൊണ്ടിരിക്കും. എത്ര പൊള്ളുന്ന ചൂട് വന്നാലും പാറ അവിടെ പൊള്ളിക്കൊണ്ടിരിക്കും. എത്ര ശക്തമായ മഞ്ഞ് പെയ്താലും മഞ്ഞിൽ പുതഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. വെയിലത്ത് തണൽ നോക്കി പോവുകയില്ല, മഴയത്ത് സംരക്ഷണം നോക്കി പോവുകയില്ല, അവിടെ ഇരിക്കും. ഒരു വ്യവസ്ഥയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ, വ്യവസ്ഥകളില്ലല്ലോ. നമുക്കാണ് ഈ വ്യവസ്ഥകൾ. ചൂടില്ലെങ്കിൽ വരാൻ നോക്കാം, മഴയില്ലെങ്കിൽ എത്താൻ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാമെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യാം. നമ്മൾ ഒരുപാട് വ്യവസ്ഥകൾ വെക്കുന്നവരാണ്. ദൈവത്തിന് വ്യവസ്ഥകളില്ല. ഒരു വ്യവസ്ഥയുമില്ല ദൈവത്തിൻ്റെ സ്നേഹത്തിന്. ഒരു വ്യവസ്ഥയില്ലാതെയല്ലേ സഖേവൂസിനെ രക്ഷിക്കാൻ ചെന്നത്? ഒരു വ്യവസ്ഥയില്ലാതെയല്ലേ ചുങ്കക്കാരനെ സ്വീകരിച്ചത്? ഒരു വ്യവസ്ഥയില്ലാതല്ലേ ധൂർത്തപുത്രനെ ആലിംഗനം ചെയ്തത്? ഒരു വ്യവസ്ഥയില്ലാതല്ലേ വലതുവശത്തെ കള്ളനെ പറുദീസായിലേക്ക് പ്രവേശിപ്പിക്കുക? വ്യവസ്ഥകൾ ഇല്ലാത്ത ദൈവം. ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരിക്കലും അവിടുന്ന് വ്യവസ്ഥകൾ വെക്കുന്നില്ല. വ്യവസ്ഥ വെച്ചിരുന്നെങ്കിൽ നമ്മൾ ആരെയും സ്വർഗത്തിന് അർഹരാകുമോ? ദൈവരാജ്യത്തിൽ സ്വീകാര്യത ഉള്ളവരാകുമോ? എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിക്കുകയാണ്. യാക്കോബിന് എന്തെല്ലാം കുറ്റങ്ങളുണ്ട്, യാക്കോബിന് എന്തെല്ലാം കുറവുകളുണ്ടായിരുന്നു. പൂർവ്വപിതാവിന് ഒരുപാട് തെറ്റുകൾ ചെയ്തയാളാണ്. പക്ഷെ ഒരു വ്യവസ്ഥയില്ലാതെ അവൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നറിയപ്പെടും. ഇസ് മനുഷ്യൻ, റാ യുദ്ധം, എൽ ദൈവം. ദൈവവുമായി യുദ്ധം ചെയ്ത മനുഷ്യൻ. നമ്മളെയൊക്കെ ബലപ്പെടുത്തുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു വലിയ വാക്കാണിത്. നമുക്കും മാനുഷികമായ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിക്കാം. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കും, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ശ്രദ്ധിക്കാതെ ദൈവത്തെയാണ് ഞാൻ കാണുക. വ്യവസ്ഥയില്ലാതെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ലോകത്തിൽ അങ്ങനെയുള്ള ഒരുപാട് സ്നേഹങ്ങൾ നമ്മൾ കാണാറില്ലേ? വ്യവസ്ഥയില്ലാത്ത സ്നേഹം. കള്ളുകുടിയനായ ഭർത്താവ് എന്നും ഒന്ന് ഇടിക്കുന്നു, ദ്രോഹിക്കുന്നു. എങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ആ ഭർത്താവ് മാറും എന്ന് കരുതി
കാത്തിരിക്കുന്ന ഭാര്യ, ഉഴപ്പുന്ന മക്കൾ, തല്ലിപ്പൊളി മക്കളാണ് എങ്കിലും അവർ തിരിച്ചു വരും എന്നോർത്ത് കരുതിയിരിക്കുന്ന മാതാപിതാക്കൾ, ഇടവകയിലെ ശുദ്ധ ഉഴപ്പരായ മനുഷ്യർ ഇന്നല്ലെങ്കിൽ നാളെ ആൾത്താരിലേക്ക് വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു വികാരിയച്ഛൻ, കാത്തിരിക്കുന്ന സ്നേഹങ്ങൾ ഒത്തിരിയില്ലേ? ഒരു വ്യവസ്ഥയുമില്ലാതെ രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾ, ശുശ്രൂഷിച്ചിട്ട് ഒരു ഫലവുമില്ലെന്നറിയാം, എങ്കിലും അവർക്ക് വേണ്ടി അങ്ങ് ജീവിതം ഒടിച്ചു തീർക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ള 100 സ്നേഹം നമ്മൾ കാണുമ്പോൾ അതാണ് പാറയുടെ വ്യവസ്ഥയില്ലായ്മ. ദൈവം പാറയാണ്. ആ വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ് ഭൂമിയിൽ മനുഷ്യരെ കാണിക്കുന്ന വ്യവസ്ഥയില്ലാത്ത സ്നേഹങ്ങൾ, കണ്ടീഷൻ വെക്കാത്ത സ്നേഹങ്ങൾ. 1, പാറയുടെ സ്ഥിരത, ദൈവത്തിൻ്റെ സ്വഭാവം. 2, പാറയുടെ വ്യവസ്ഥയില്ലായ്മ, ദൈവത്തിൻ്റെ പ്രത്യേകത. 3, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മൂന്നാമത് ഒരു വലിയ പ്രത്യേകത നമ്മൾ എടുത്തു കാണുന്നത്, ദൈവസ്നേഹത്തിൻ്റെ വലിയ പ്രത്യേകതയായി നമ്മൾ എടുത്ത് ധ്യാനിക്കുന്നത് പാറയുടെ മൂന്നാമത്തെ പ്രത്യേകതയാണ്. പാറക്കൂട്ടങ്ങൾ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. പ്രകൃതിയിൽ ദൈവം കൃത്യമായി വച്ചിരിക്കുന്ന പാറകളും മലകളും പാറക്കൂട്ടങ്ങളുമുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി വച്ചിരിക്കുന്നതാണ്. മനുഷ്യൻ്റെ സൗകര്യത്തിനും അവൻ്റെ സന്തോഷത്തിനുമായിട്ട് പാറകൾ വെടിവെച്ച് തകർക്കുമ്പോഴും പാറമടകൾ ഉയരുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റുകയാണ്. ഒരു പരിധി വരെ ഭൂമിക്ക് സഹിക്കാൻ പറ്റും, പിന്നീട് ഭൂമി പ്രതികരിച്ചു തുടങ്ങും. ആ പ്രതികരണം ഇന്ന് നമ്മൾ കാണുന്നു. കാലാവസ്ഥയ്ക്ക് മാറ്റം വരും, ചൂട് വർദ്ധിക്കും, ഉറവക്കണികൾ വറ്റിത്തുടങ്ങും. പാറകളും മരങ്ങളുമൊക്കെ തകർത്തില്ലാതാകുമ്പോൾ ഭൂമി മാതാവിൻ്റെ ഉറവിടങ്ങൾ വറ്റിപ്പോകുന്നു, വരണ്ടു പോകുന്നു. നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. അപ്പം പാറ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹവും ഒരു പദ്ധതി തന്നെയാണ്. എങ്ങനെയുള്ള പദ്ധതിയാണ്? ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതി. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8:28 പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇത് നമ്മൾ തിരിച്ചറിയണം. ചെറുതും വലുതുമായ ചില നൊമ്പരങ്ങളും മുറിവുകളും മാനസിക വ്യഥകളും വരുമ്പോൾ വാടിപ്പോകരുത്, നമ്മൾ തളരരുത്. ക്ഷമാപൂർവം നിന്നു കൊടുക്കണം. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്നും അതും പ്രകാരമേ എല്ലാം സംഭവിക്കുമെന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. പണ്ട് പൂർവ്വ യോസേപ്പിനെ സഹോദരന്മാർ പൊട്ടക്കണ്ടിൽ എറിഞ്ഞപ്പോൾ, ഇസ്മയേലിയർക്ക് വിറ്റപ്പോൾ, പോത്തിപ്പല തടവറയിൽ പൂട്ടപ്പെട്ടപ്പോൾ അദ്ദേഹം തകർന്നില്ലല്ലോ. ക്ഷമാപൂർവം കാത്തിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി. സഹോദരങ്ങളുടെ പദ്ധതി കിണറ്റിലെറിയുക, ദൈവത്തിൻ്റെ പദ്ധതി അവനെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റുക. ഇതല്ലേ ലോകം പഠിപ്പിക്കുന്നൊരു പാഠം. ഇപ്പം ചെറിയതും വലുതുമായ തകർച്ചയൊക്കെ വരുമ്പോഴും അതൊക്കെ കടന്നു പോകും. അതിനപ്പുറത്ത് ദൈവം ഒരുക്കുന്നൊരു വലിയ നന്മയുണ്ട്. ആ നന്മയ്ക്ക് വേണ്ടി നമ്മൾ വെറുതെ കാത്തിരിക്കണം. മുറുമുറുക്കാതെ, പെറുപിറുക്കാതെ, പരാതി പറയാതെ, ആകുലചിത്തരാകാതെ, അസ്വസ്ഥരാകാതെ നമ്മൾ കാത്തിരിക്കണം. ഇതിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുക. തമ്പുരാൻ്റെ സ്നേഹം പദ്ധതിയുടെ സ്നേഹമാണ്. ഒരു പാറക്കൂട്ടത്തെ ദൈവം പ്രകൃതിയിൽ പദ്ധതി പ്രകാരം വെച്ചിരിക്കുന്നത് പോലെ. പാറയ്ക്ക് നാലാമതൊരു പ്രത്യേകതയുണ്ട്. പാറ പരിപാലിക്കുന്നതാണ്. പാറ പരിപാലിക്കുന്നു. എവിടെയെല്ലാം മലകളും കുന്നുകളും ഉണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പരിപാലനയാണ്. മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നതും മഴ പെയ്യാനും പർവ്വതങ്ങൾ സഹായിക്കുന്നു. ചൂടുകാറ്റ് തടയുവാൻ പർവ്വതങ്ങൾ സഹായിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും ശക്തമായ കാറ്റ് ചുരങ്ങളിലൂടെ വരുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്നത് മലകളും കൂട്ടങ്ങളുമാണ്, മലയുടെ കൂട്ടങ്ങളാണ്. ഹൈറേഞ്ചിലുണ്ട്, ഇടുക്കി ജില്ലയിലുണ്ട് ജനുവരി കാറ്റ്, ശക്തമായ കാറ്റ്. പക്ഷെ നിരന്തരമുള്ള കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് മലകളാണ്.
ഒരു പരിപാലന നമുക്ക് വേണ്ടി തരുന്നു. എല്ലായിടത്തും ഉണ്ട് മലകളുടെ സാന്നിധ്യം, പർവ്വതങ്ങളുടെ സാന്നിധ്യം, പാറകളുടെ സാന്നിധ്യം ഒരു പരിപാലനയായിട്ട്. ജീവിതത്തിൽ ചില സംഭവങ്ങൾ വരുമ്പോൾ ഓർക്കുക, അതിൻ്റെ പുറകിൽ ഒരു പരിപാലനയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. പരിപാലന. കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ ചുണ്ടേന്നെറിയുമ്പോൾ എല്ലാം കഴിഞ്ഞുവെന്ന് കരുതും, പക്ഷേ ആ ഏറിൽ ഒരു പരിപാലനയാണ്. തലയും കുത്തി കുഞ്ഞ് വീഴുമ്പോൾ ചിറകടിച്ച് പറക്കാൻ പഠിക്കുന്നത് അങ്ങനെ എറിയുമ്പോഴാണ്. ആ എറിയുന്ന ഏറിൽ കഴുകൻ്റെ കുഞ്ഞ് അനുഭവിക്കുന്നത് ഒരു പരിപാലനയാണ്, ദൈവത്തിൻ്റെ പരിപാലനയാണ്. അതിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പരിപാലന. ചെറുതും വലുതുമായ സഹനങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ചു തരുമ്പോൾ അതിന് പുറകിൽ ഒരു പരിപാലനയുണ്ട്. മനക്കെട്ടിയുള്ളവരാക്കാൻ, മനഃശക്തിയുള്ളവരാക്കാൻ ദൈവം നൽകുന്ന പരിപാലന. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തെ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട്. ഞാൻ പ്രീഡിഗിരിക്ക് നരിയമ്പാറ മലമുകളിലുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള നരിയമ്പാറ ദേവസ്വം ബോർഡിൻ്റെ ഒരു കോളേജ്. രാവിലെ വീട്ടിൽ നിന്ന് മൈലുകൾ നടന്ന് കട്ടപ്പന, അവിടെ നിന്നൊരു ബസ്സിൽ കയറി നരിയമ്പാറ, പിന്നെയും മൈലുകൾ നടന്ന് ഒരു മലയുടെ മുകളിൽ, രാവിലെയും വൈകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 20 കിലോമീറ്റർ യാത്ര നടന്നും അല്പസമയം ബസ്സിലുമൊക്കെ ആയിട്ട്. അന്ന് ഓർത്ത് എന്തൊരു ഭാരമാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ യാത്ര. പക്ഷേ ഇന്ന് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പിലേക്ക് പുറകോട്ട് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നരിയമ്പാറയ്ക്ക് നടന്നതും നരിയമ്പാറയുടെ മലമുകളിൽ കയറുന്നതുമൊക്കെ ഒരു വലിയ പരിപാലനയായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. അധികം രോഗം ദേഹത്തെ ബാധിക്കുന്നില്ല. എല്ലും കെട്ടിയും തൊലിക്കെട്ടിയും മനക്കെട്ടിയും ഒക്കെ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി, ഒരു നല്ല ഹൃദയബലം, മനഃശക്തി, ദേഹത്തിനും ബലം, മനസ്സിനും ബലം, പ്രതിസന്ധികളിലൂടെ കടന്നുപോയതിൻ്റെ സമ്മാനമാണ്. ആ നടപ്പിൽ ദൈവത്തിൻ്റെ പരിപാലനയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുക. ആ പരിപാലനയാണ് ഞാൻ തിരിച്ചറിയുക. അതുകൊണ്ടാണല്ലോ ആർക്കാണ് സാത്ത് ഗെയിംസ്, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസൊക്കെ വരുമ്പം സ്വർണ്ണ മെഡൽ കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കുന്നതും? സിറ്റിയിൽ എല്ലാ സൗകര്യമുള്ളവർക്കല്ല, മലമുകളിൽ ഓടിപ്പടിച്ചവർക്കും ചാടിപ്പടിച്ചവർക്കും നടന്നു പഠിച്ചവർക്കുമാണ് മെഡലുകൾ കിട്ടുക, വാരിക്കൂട്ടാൻ സാധിക്കുന്നതും. ഇടുക്കിയുടെ മലമുകളിലുള്ള പ്രീജ ശ്രീധരൻ, ബീനാമ്പോൾ ബിജുമോൻ ജോസഫ് എബ്രാഹം, മലബാർ മലമടക്കിലുണ്ടായിരുന്ന MD വത്സമ്മ, PT ഉഷ, അവിടെ ഇവിടെ ഓടിപ്പടിച്ച ഷൈനി എബ്രാഹം, ഇവർക്കൊക്കെ നമുക്ക് മെഡൽ കിട്ടാൻ കാരണം പ്രതിസന്ധികളിലൂടെ കടന്നു പോയതാണ്. സിറ്റി നല്ല മുതലാളി പെണ്ണുങ്ങളുണ്ട്, കണ്ടാലോ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലെ ഇരിക്കുന്നത്, കുനിഞ്ഞിട്ട് സ്വർണ്ണ മെഡൽ പോയിട്ട് തെങ്ങിൻ്റെ കവളം മെഡൽ പോലും നോക്കാൻ പറ്റിയല്ല. അണപ്പ്, കിതപ്പ്, ശ്വാസം മുട്ടൽ. ഈയിടെ കുറേ ചേട്ടന്മാർ ഒരുമിച്ച് കൂടി ചോദിച്ചു, എന്തുകൊണ്ടാണ് മലയാളി പെണ്ണുങ്ങൾക്ക് തന്നെ സ്വർണ്ണ മെഡൽ? ഒരു ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ, സ്വർണ്ണമെന്ന് കേട്ടോ മരണപ്രാർത്ഥത്തോടെ ഒറ്റ ഓട്ടം, എല്ലാം വാരിക്കൊണ്ടേ പോരത്തുള്ളൂ. മനക്കെട്ടി കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്, ഒരു പരിപാലനയുണ്ട് പ്രതിസന്ധികളിൽ, പ്രതിബന്ധങ്ങളിൽ. ഇതുപോലെയാണ് ദൈവത്തിൻ്റെയൊക്കെ സ്നേഹം. നമുക്കിങ്ങനെ ഓരോ സഹനവും നൊമ്പരവും തന്ന് നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിപാലന. 1 പാറ പോലെ സ്ഥിരത, 2 പാറ പോലെ വ്യവസ്ഥയില്ലായ്മ, 3 പാറ പോലെ പദ്ധതി, 4 പാറ പോലെ പരിപാലന. 5ാമത് ഒരു വലിയ പ്രത്യേകതയുണ്ട്. പാറയുടെ പ്രത്യേകത വ്യക്തിപരമാണ്. ഒരു ചെരിഞ്ഞ പാറ, എത്ര മുഴുത്ത പാറയായിട്ട്, അതിൻ്റെ കീഴിൽ 100 പേർ ഇരുന്നാൽ 100 പേർക്കും ഒരേ കുളിര്, 100 പേർക്കും ഒരേ സംരക്ഷണം, 100 പേരെയും തുല്യമായി കരുതുന്നു, തിരിച്ചു വ്യത്യാസമില്ല. ദൈവത്തിൻ്റെയും പ്രത്യേകത അതല്ലേ? ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാൻ്റെ മേലും നീതിരഹിതൻ്റെ മേലും തൻ്റെ മഴയെ പെയ്യുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വ്യക്തിപരമായ കെയർ. നമുക്കറിയാം, കുഴിയുണ്ട്, റോഡിൽ കുഴികൾ, വലിയ കുഴിയും ചെറിയ കുഴിയുമുണ്ട്. മഴവെള്ളം ഒഴുകുമ്പോൾ എല്ലാ കുഴിയെയും നിറച്ചു പോകും. ഓരോ കുഴിയുടെയും മുഴുപ്പനുസരിച്ച് അതിന് ഉൾക്കൊള്ളാവുന്ന വെള്ളം, അതിന് നിറയ്ക്കാവുന്ന വെള്ളം മാത്രം അതിൽ സ്റ്റോർ ചെയ്യും, ബാക്കി ഒഴുകിത്തീരും. ലോകത്ത് ഒത്തിരി സാമർഥ്യമുള്ളവരുണ്ട്,
ഇടത്തരം സാമർഥ്യമുള്ളവരുണ്ട്, ചെറിയ സാമർഥ്യമുള്ളവരുണ്ട്. ഓരോരുത്തർക്കും എന്തുമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രയും മാത്രം കൊടുത്ത് ദൈവം കടന്നു പോവുകയാണ്. വ്യക്തിപരമായി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. മക്ബായരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യം. ഒരമ്മ സ്വന്തം കുഞ്ഞുങ്ങളോട് പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ വാർത്തെടുത്തതും നിങ്ങൾക്ക് ജീവൻ്റെ ശ്വാസം തന്നതും ഞാനല്ല, ദൈവമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയും, നിന്റെ തലയിലെ ഓരോ മുടിനാരി പോലും ഞാൻ എണ്ണിയിരിക്കുന്നു, ഞാനറിയാതെ ഒഴിയുകയില്ല, ഞാനറിയാതെ കേൾക്കുകയില്ല. ദൈവം വ്യക്തിപരമായി നമ്മളെ ഒക്കെ സ്നേഹിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന എത്രയോ പേർ, ലക്ഷങ്ങളുണ്ട് ഈ ലോകത്ത്, എത്രയോ ലക്ഷങ്ങൾ. എല്ലാവരെയും ദൈവം വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യം അവിടുന്ന് അറിയുന്നുണ്ട്. എൻ്റെ ആവശ്യമല്ല മറ്റൊരാളുടെ ആവശ്യം, അതിനനുസരിച്ച് ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. അധികവും തരികയില്ല, കുറവും വരുത്തുകയില്ല. അതിൽ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും ആവശ്യമായി ദൈവം കൊടുത്തുകൊണ്ടിരിക്കും എല്ലാവർക്കും. നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ പറയും കേരളത്തിൽ തൊഴിലില്ല, വെറുതെ പറയുന്നതാണ്. കേരളത്തിൽ എന്തോ ഒരു തൊഴിൽ എക്സ്ട്രായ കിടക്കുക. ഇഷ്ടപ്പെട്ട തൊഴിലില്ലെന്നുള്ളതേ ഉള്ളൂ. തൊഴിലുണ്ട്. അല്ലെ പിന്നെ 30 ലക്ഷം ബംഗാളികളും ആസാംകാരും ഒറീസക്കാരും കേരളത്തിൽ വരുമോ? ഇവിടെ ആളില്ലാത്തതുകൊണ്ടല്ലേ. ജോലി ചെയ്യാൻ മനസ്സുണ്ടോ, അവരൊക്കെ ചെയ്യുന്ന പണി ചെയ്യാൻ മനസ്സുണ്ടോ? കേരളം ഇഷ്ടംപോലെ തൊഴിലുള്ള ഒരു സംസ്ഥാനമാണ്. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും അവനവന് ഇഷ്ടം പോലെ തിരിച്ചറിയാൻ പോയാൽ അങ്ങനെ നോക്കിയാൽ കിട്ടാനൊന്നുമില്ല. അപ്പം വ്യക്തിപരമായ ഒരു കെയർ എല്ലാവർക്കും ദൈവം സമൃദ്ധമായി വെച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ശ്രദ്ധ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. വ്യക്തിപരമായ കരുതൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് നമ്മളൊക്കെ സൂക്ഷിക്കണം. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഈ വചനം ശ്രവിക്കുന്ന എത്രയോ ആയിരങ്ങളുണ്ട്. ഓർത്ത് നോക്കിക്കേ, ഒരാളെ പോലെയാണോ മറ്റൊരാൾ? കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നു. എല്ലാവരുടെയും മൂക്കും കണ്ണും ചെവിയും ചൊടിയും ഒരിടത്താണ്. പക്ഷെ ഒരാളെ പോലെ മറ്റൊരാളില്ലല്ലോ, തികച്ചും വ്യത്യസ്തം. ചില ആൾക്കാരുടെ കൈവിരലുകൾ പൊക്കി പിടിക്കുമ്പം ഇടയ്ക്ക് വിശാലമായ ഒരു വിടവ്. നമ്മൾ പറയും, അയ്യോ പാവം, ഒരു കാശ് പോലും കയ്യിൽ ഇരിക്കുകയല്ല, മുഴുവൻ ചോർന്നു പോകുമല്ലോ. ചില ആൾക്കാർ വിരൽ പൊക്കി പിടിച്ചാൽ രാംകോ സിമെൻറ്റ്, ചെട്ടിനാട്, മലബാർ, ACC, അംബുജ, ഡാൽമിയ, ശങ്കർ സിമെൻറ്റ് എല്ലാം പൂച്ചതുപോലെ. നമ്മൾ പറയും പിശുക്കി ഒരു കാശ് പോലും ചിലവാക്കത്തില്ലല്ലോ. കയ്യിലെ രേഖകൾ വ്യത്യാസം, മുഖഭാവം വ്യത്യാസം, പെരുമാറ്റം വ്യത്യാസം, സ്വരം വ്യത്യാസം. ചില ആൾക്കാർ നടന്നു പോകുന്ന കേട്ടാൽ ആന കരിമങ്കാട്ടി പോയ പോലെ ഇളക്കി പോകുന്നവരെ കാണാം. ചില നടന്നാലോ പൂച്ച പാല് കണ്ടുപിടിക്കാൻ പോകുന്ന പോലെ പിച്ച വെച്ച് പോകുന്നവരുണ്ട്. തൊലികെട്ടി വ്യത്യാസമില്ലേ? ചിലർക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ കമ്പിപ്പാരയിലോ കാപ്പിക്കം പോലെ പിടിച്ച പോലെ പാറപ്പുറം പോലെ നല്ല കെട്ടി. ചിലർക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ മോഡേൺ ബ്രെഡിലോ ബണ്ണിലോ പിടിച്ച പോലെ നല്ല മയം. തൊലികെട്ടി വ്യത്യാസമാണ്, സ്വരം വ്യത്യാസമാണ്, ചലനം വ്യത്യാസമാണ്, എല്ലാം വ്യത്യാസമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ വ്യത്യാസമാണ്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വരിക. ദൈവസ്നേഹം കരണ്ട് പോലെയാണ്. കരണ്ട് ഫാനിൽ വന്നാൽ അത് കാറ്റായിട്ട് മാറും. കരണ്ട് ഒരു ട്യൂബിൽ വന്നാൽ, ബൾബിൽ വന്നാൽ അത് വെളിച്ചമായിട്ട് മാറും. ഒരു മെഷീനിൽ വന്നാൽ ശബ്ദത്തോടെ ചലിപ്പിക്കുന്ന ഫോഴ്സായിട്ട് മാറും. ഇതുപോലെ ദൈവത്തിൻ്റെ സ്നേഹവും. ഒരമ്മയിൽ വന്നാൽ വാത്സല്യമാവും, കാമുകനിൽ വന്നാൽ പ്രണയമാവും, കൂട്ടുകാരി വന്നാൽ സ്നേഹമാവും. ഓരോ വിധത്തിൽ ആ സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നു. പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുക, ആ സ്നേഹത്തെ അനുഭവിക്കുക, ആ സ്നേഹത്തിന് സാക്ഷികളാവുക. അങ്ങനെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് സുവിശേഷകനായ യോഹന്നാനിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സ്നേഹത്തിന് ജീവിതം കൊണ്ട് പ്രത്യുത്തരം നൽകുവാൻ, പ്രതിസ്നേഹം നൽകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവാത്മാവിനാൽ പൂരിതരായി ദൈവിക വഴികളിലും ദൈവിക നന്മകളിലും വ്യാപരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യവസ്ഥയില്ലാത്ത സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുവാനും ആ സ്നേഹം വഴി ലോകത്തെ വിശദീകരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.